പൊന്നാര ചെങ്ങായിമാര് ഏതാ കളി. അർജന്റീന ഇവർക്ക് തന്നെ പരിപാടി. കൊതിപ്പിച്ച് കിടന്നു കളി അറിഞ്ഞില്ലേ. ഇംഗ്ലണ്ട് ഓൾമോസ്റ്റ് ജയിച്ചു എന്നുള്ള ലെവലെത്തി. അവിടുന്നാണ് ഈ കംബാക്ക്. 86-92. ഇതിപ്പോൾ 4-5 കളി ചെയ്തവർ കേപ്പുറത്തെ മുതൽ ഇതന്നെ പരിപാടി. ഏതാ കളി ഒന്നും പറയില്ല. കേപ്പുറത്തിനോട്, ഈജിപ്തിനോട്, സ്വിറ്റ്സർലൻഡിനോട്, ഇപ്പോഴത്തെ സാക്ഷാൽ ഇംഗ്ലണ്ടിനോട് എല്ലാം കംബാക്ക്. മെസ്സിക്ക് എന്താ കാട്ടുന്നു. മെസ്സിന് ഒന്നും പറയാല്ല. മെസ്സിക്ക് സ്ട്രൈക്കർ കളിക്കണേക്കാൾ മൂപ്പര് പുറത്ത് കളിക്കുമ്പോഴുള്ള കളി ഉണ്ടല്ലോ, ആ പഴയ ബാഴ്സൽ കളിക്കുന്ന കളി സെയിം സാധനം. രണ്ടാമത്തെ ക്രോസൊക്കെ വന്നത് മൂപ്പരെ റൈറ്റ് ലെഗിലാണ്, വീക്ക് ഫുട്ടിലാണ് ആ ക്രോസ് വരുന്നത്. എന്നിട്ട് ലൗട്ടാറോ മാർട്ടിനസ് സ്കോർ ചെയ്യണു. ഏതാ കളി. എൻസോ എൻസോ ഫെർണാണ്ടസ് 4 ഷോട്ട് എടുത്തു, 3 ഷോട്ട് എടുത്തു, 3 അത് പോയില്ല. 4ാമത്തെ ഷോട്ട് ഗോൾ. ഒന്നും പറയല്ല. അവരുടെ ഉള്ളിലുള്ള തീയുണ്ടല്ലോ അർജന്റീനയുടെ. ഗെയിമിനേക്കാളും അവരുടെ പ്ലാനേക്കാളും അവരുടെ ഉള്ളിൽ, ആ പ്ലെയേഴ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഇൻറ്റൻസിറ്റി, അവർ ഗെയിമിൻ്റെ ബിഗിനിങ്ങിൽ തൊട്ട് അവർ കാണിച്ചു തുടങ്ങി. ആ ഫൗൾ വെച്ചിട്ടും ചെറിയ ചെറിയ ടച്ചസും കാര്യങ്ങളായിട്ടും പ്രകോപിപ്പിച്ചിട്ടും അവരുടെ മനസ്സിലുള്ള സംഭവം അവർ ഗ്രൗണ്ടിൽ ഇറങ്ങണം. ആ കളിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ അർജന്റീന കളിക്കണ മാതിരിയുള്ള ഒരു ടീമിൽ കേട്ടോ. ഞാൻ പ്ലാനിനെ പറ്റിയിട്ട് അവരുടെ സ്ട്രാറ്റജിനെ പറ്റിയിട്ട് ഒന്നല്ല പറയുന്നത്. ആ പ്ലെയേഴ്സിൻ്റെ ഒരു ആ ഉള്ളിലുള്ള തീ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഒന്നും പറയല്ല. ഇതൊന്നും നാളത്തേക്ക് വെക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്പോട്ടിൽ പറയണം, എന്നാലും അതിൻ്റെ ചൂടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് വീട്ടിൽ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. മെസ്സിയൊക്കെ എന്താ കളി. ഓഫ്, അടിപൊളി. ഒരു സിനിമ കണ്ട ഫീല്. ഒന്നും പറയല്ല. മെസ്സിനെ ആ ഫൗൾ ചോദിച്ച സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള രാജാവും പടയാളികളും തീർത്തു. ഇംഗ്ലണ്ടിനെ കൊന്ന്. ഒരു രക്ഷയില്ല. അടിപൊളി, സൂപ്പർ.